നമുക്ക് ഇവിടെ കാണാവുന്ന രീതിയിൽ ചാണ്ടി ഉമ്മന് അഭിവാദ്യവുമായി മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ജെബി മേത്തർ എംപിയുടെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ എംപിയുടെ നേതൃത്വത്തിലുള്ള മഹിളാ കോൺഗ്രസിന്റെ അഭിവാദ്യ പ്രകടനമാണ് ഇവിടെ എത്തിയത്. ചാണ്ടി ഉമ്മന്റെ വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എന്താ വലിയൊരു ആഹ്ലാദത്തിലാണല്ലോ നിങ്ങൾ. ഇവിടെ വോട്ടെണ്ണൽ പൂർത്തിയായിട്ടില്ല, അതിനുപാട് തന്നെ പ്രകടനം തുടങ്ങിയല്ലോ. പുതുപ്പള്ളിക്കാർ ഉമ്മൻചാണ്ടി സാറിന് നൽകിയ മനോഹരമായ സമ്മാനമാണ് ഈ ഒരു ഉജ്ജ്വല വിജയം. തീർച്ചയായും ഇന്ന് ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെയും ആ സർക്കാരിൻ്റെയും മുഖത്തേറ്റ ഒരു അടി കൂടിയാണ് ഇത്രയും ഉജ്ജ്വലമായ വിജയം. ജനദ്രോഹ നടപടികളുമായി ഇവർ മുന്നോട്ട് പോയതിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഇത്. UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നുള്ളതും ഈ ഒരു വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണോ ഇത്? തീർച്ചയായും സംസ്ഥാന സർക്കാർ ഇവിടെ ഭരിച്ച് ഇത്രയും കാലമാകുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ പറയേണ്ടിയിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഞങ്ങളുടെ ഭരണ നേട്ടങ്ങൾ, ഇതാണ് ഞങ്ങളുടെ വികസന നേട്ടങ്ങൾ, ഇതാണ് ഞങ്ങൾ ജനങ്ങളുടെ ക്ഷേമത്തിനായി ചെയ്ത പ്രവർത്തനങ്ങൾ. പക്ഷേ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പ്രചരണം നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. നേരെ മറിച്ച് അവർ പേഴ്സണലായി ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബത്തെയും ചാണ്ടി ഉമ്മനെയും ഉമ്മൻചാണ്ടി സാറിനെയും ഒക്കെ വേട്ടയാടിയ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അവർക്ക് അവർ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് പറയാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് പുതുപ്പള്ളി മറുപടി പറഞ്ഞിരിക്കുകയാണ്. അവരുന്നയിച്ച കാര്യങ്ങളിലൊന്നും ഇനി ഞങ്ങളാരും ഒന്നും പറയേണ്ട കാര്യമില്ല. പുതുപ്പള്ളിയും ജനങ്ങളും മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ ഉമ്മൻചാണ്ടി ആദ്യം വേട്ടയാടി എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും സൈബർ ആക്രമണമൊക്കെ നടത്തി. അതിനൊക്കെയുള്ള ഒരു ജനങ്ങളുടെ ഒരു പ്രതിഷേധം കൂടിയാണിത്. തീർച്ചയായും ഇവർക്ക് ഏതറ്റം വരെ പോയും ഈ ഭൂരിപക്ഷം ഒന്ന് കുറക്കാനുള്ള ശ്രമമാണ് CPM നടത്തിയത്. പക്ഷെ അതിൽ പോലും അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. അവർ ഈ വേട്ടയാടൽ തന്ത്രങ്ങൾ, ഇത്തരത്തിലുള്ള നീചമായ രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലും ഗുണമാകില്ല എന്നുകൂടി തെരഞ്ഞെടുപ്പ് വിലയിരുത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും അത് രാഷ്ട്രീയമായ ഒരു പോരാട്ടമായിരിക്കണം, ഒരിക്കലും വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലേക്ക് പോകരുത്. വ്യക്തിഹത്യയിലേക്ക് പോകരുത്. പക്ഷെ വ്യക്തിഹത്യയാണ് ഇവിടെ നടന്നത്. ഇവിടെ രാഷ്ട്രീയമായി എന്താണ് CPM മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്ത എന്തെങ്കിലും കാര്യം അവർക്ക് പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമല്ലേ. അവർക്ക് അതൊന്നും പറയാൻ സാധിക്കാതെ ഇപ്പോഴവർ പറയുന്നത്, അവരുടെ തന്നെ നേതാവ് പറയുന്നത് LDF ജയിച്ചിരുന്നെങ്കിൽ അതൊരു ലോകാത്ഭുതമായേനെ എന്നാണ്. അതായത് അവരുടെ നേതാക്കന്മാർക്ക് തന്നെ അറിയാം ഇത് ജയിക്കാനുള്ള സാഹചര്യമില്ല. പിന്നെ ഭൂരിപക്ഷം എങ്ങനെ കുറക്കാം എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു മാന്യതയില്ലാത്ത രാഷ്ട്രീയ രീതികളാണ് അവരിവിടെ ചെയ്തത്. പ്രതിപക്ഷം പ്രത്യേകിച്ച് UDF നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർത്തിക്കൊണ്ടുവന്ന വിലക്കയറ്റം, അഴിമതി ആരോപണങ്ങളൊക്കെ പുതുപ്പള്ളിയിലെ ജനങ്ങളും ശരിവെച്ചിരിക്കുന്നു. തീർച്ചയായും വിലക്കയറ്റം ഇതെല്ലാം ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ അത് കുറക്കാൻ വേണ്ടി ഈ സംസ്ഥാന ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തതായി നമുക്ക് ആർക്കെങ്കിലും അറിയുമോ? അവർ ചെയ്തിരുന്നെങ്കിൽ അവരതേക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവർ ആ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങളായിരുന്നു. പക്ഷെ അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അതിനെ കുറിച്ച് പറയുവാനുള്ള അവകാശവും ഉണ്ടായിരുന്നില്ല. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തൃക്കാക്കരയിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അന്ന് 25,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. വീണ്ടും ഇപ്പോൾ രണ്ടാമത് പുതുപ്പള്ളി വന്നിരിക്കുന്നു. അവിടെ ഒരു റെക്കോർഡ് വിജയത്തിലേക്കല്ല UDF നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതൊരു സർക്കാരിന് ഒരു പുനർവിചിന്തനത്തിനുള്ള ഒരു സമയം കൂടിയല്ലേ ഇത്? തൃക്കാക്കര ക്വാർട്ടർ ഫൈനൽസ് ആയിരുന്നു, ഇത് സെമി ഫൈനൽസ് ആണ്. ഇനി ഫൈനൽസ് നടക്കുമ്പോൾ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും ദയനീയമായ ഒരു പരാജയം നമ്മൾ കാണും. അതിനു മുമ്പ് നടക്കുന്ന നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024-ൽ നടക്കുമ്പോൾ കേരളം UDF തൂത്തുവാരുന്നത് 20 ഔട്ട് ഓഫ് 20 ഉറപ്പിക്കാം ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടിയെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.